യാ മോനെ എന്താ ഈ കേക്കണ്? ഇത് കേട്ട് കഴിഞ്ഞാലല്ലോ ചരിത്രം തിരുത്തി എഴുതാൻ വേണ്ടി പോവാണ്. പാട്രിയേറ്റ് എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് പാട്രിയേറ്റ് എന്ന് പറഞ്ഞ സിനിമ. മമ്മൂക്കയും ലാലേട്ടനും അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഇങ്ങനെ വൻ താരനിരയായിട്ട് ഇങ്ങനെ എന്താ പറയാ ഫുൾ സെറ്റപ്പിൽ ഫുൾ ഗെറ്റപ്പിൽ ഇങ്ങനെ എന്താ പറയാ ഫുള്ള് മാസം ഒരു ഇങ്ങനെ ഠമാർ ഠമാർ എന്ന് പറഞ്ഞ പൊട്ടൻ ലെവലിൽ ഇങ്ങനെ ചറപറ എന്നുള്ള ലെവലിൽ ഐറ്റംസ് ആയിട്ട് കത്തിക്കാൻ വേണ്ടി വരുന്ന സിനിമയാണ് പാട്രിയേറ്റ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇപ്പൊ ഒരു പുതിയൊരു ചരിത്രം കുറിക്കുന്നു പറയുന്നത്. പുതിയൊരു ചരിത്രം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയൊരു ചരിത്രം തിരുത്തി എഴുതും, പുതിയൊരു ചരിത്രം കുറിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഏതൊക്കെ സിനിമകൾ വന്നിട്ടുണ്ടോ, മലയാള സിനിമയിൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഏതൊക്കെ വന്നിട്ടുണ്ടോ അതിനെല്ലാം കടത്തി വെട്ടി വൻ വിജയം കൈവരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എമ്പുരാന്റെ റെക്കോർഡായാലും ലോകയുടെ റെക്കോർഡായാലും എല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് പാട്രിയറ്റ് വൻ ഹിറ്റായി മാറും, വൻ കളക്ഷൻ നേടും. ബോക്സ് ഓഫീസ് ഇങ്ങനെ ഡും ഡും എന്ന് പറഞ്ഞിട്ട് എന്താക്കും, ബോക്സ് ഓഫീസ് ഇങ്ങനെ തകർക്കും എന്നാണ് പറയുന്നത്. തിയേറ്റർ പൂരപ്പറമ്പാക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഈ സിനിമ വൻ താരനിര മലയാളത്തിന്റെ ആരാളുള്ളത്? മലയാളത്തിന്റെ രണ്ട് മുത്തുമണികളാണ്. നമുക്ക് ലാലേട്ടനും കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഒരു താരനിരയുള്ളൂ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മലയാളികളായാലും അല്ലാത്തവരായാലും അറിയുന്ന മലയാളത്തിന്റെ വമ്പൻ രണ്ട് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂക്കും ലാലേട്ടനും. കാരണം ലാലേട്ടനും മമ്മൂക്കല്ലേ വരുന്നത്. അപ്പൊ ലാലേട്ടനും മമ്മൂക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം തിയേറ്റർ ഇങ്ങനെ എന്താ പറയാ കത്തിക്കും. ആ ലെവലിലേക്ക് ബോക്സ് ഓഫീസൊക്കെ കിടന്ന് കൊല്ലും. ഇപ്പൊ വരാൻ പോണ ബുക്കിംഗ് ആപ്പുകളൊക്കെ നിശ്ചലമായി മാറും. മുന്നേ ലോകയുടെ സമയത്തോ അതുപോലെ തന്നെ എമ്പുരാന്റെ സമയത്തൊക്കെ എന്തുണ്ടായിരുന്നു, ബുക്കിംഗ് ആപ്പുകൾ നിശ്ചലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ന്യൂസുകളൊക്കെ ഇനി വരാൻ വേണ്ടി കിടക്കണം. കാരണം ഈ സിനിമ റിലീസ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ റിലീസ് ആവുന്ന തീയതിയൊക്കെ സെറ്റപ്പായി ലെവലായി ബുക്കിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ബുക്കിംഗ് ആപ്പുകളൊക്കെ നിശ്ചലമായി മാറും. കാരണം ആദ്യമായിട്ടാണ് ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സാധനം വരാൻ വേണ്ടി പോകുന്നത്. അതായത് ലോക മലയാളികൾ, മലയാള സിനിമാ ലോകം ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കണം ഇത് ഈ സിനിമക്ക് വേണ്ടിയിട്ട്. എന്താണ് ഈ സിനിമ കൊണ്ട് സിനിമയിൽ കൂടെ വരാൻ പോകുന്നത്? കാരണം ഒരുപാട് സസ്പെൻസുകളും അതുപോലെ തന്നെ ലാലേട്ടനും മമ്മൂക്കയും 18-19 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചെത്തുന്ന അല്ലെങ്കിൽ ഒരുമിച്ചെത്തുന്ന സിനിമയാണ് ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആ സിനിമ എന്തുകൊണ്ടും പ്രേക്ഷകരെ എന്ത് ചെയ്യും, പ്രേക്ഷകരുടെ മനം കവരും. പ്രേക്ഷകരെന്ത് ചെയ്യും, അർമാദിച്ച് ആന ആഹ്ലാദിപ്പിക്കുന്ന പോരല്ലേ, ആ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സിനിമ ആയി മാറും പാട്രിയറ്റ് എന്ന് പറഞ്ഞാൽ 100% ഉറപ്പുള്ള കാര്യം. എങ്ങനെ ആരാധകരെ ഒരു ഉത്സവ തിമിർപ്പില് അല്ലെങ്കിൽ ഒരു ഉത്സവ പ്രതീതി നൽകിക്കൊണ്ട് ആ ലെവലിലേക്ക് പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഫാൻസിനൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, പുളകം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരിക്കും പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ. അതിൽ യാതൊരുവിധ സംശയവുമില്ല, 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്, ചരിത്രങ്ങളൊക്കെ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. ഏത് മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയ എല്ലാ സിനിമയുടെയും ചരിത്രങ്ങൾ പാട്രിയറ്റ് മാറ്റി എഴുതും എന്നാണ് പറയുന്നത്. അപ്പോൾ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വൻ കളക്ഷനാണ് നേടാൻ പോകുന്നത്. ഒരാൾക്കും പ്രവചിക്കാൻ പറ്റാത്ത, അതായത് പലരുടെ അഭിപ്രായം തന്നെ മലയാള സിനിമ ഫിലിം ഇൻഡസ്ട്രി ഇന്ന് വരെ നേടാത്ത, അതായത് ഇതുവരെ നേടിയ അതിനേക്കാൾ ഉപരി ഇന്ന് വരെ നേടാത്ത ഒരു വലിയൊരു ഇത് സംഖ്യ ഈ ചിത്രം നേടിയെടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇന്ന് വരെ നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് എമ്പുരാനായാലും ലോകമായി കഴിഞ്ഞാലും എത്ര കോടി നമുക്ക് നേടിയെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. അതിനൊക്കെ ചരിത്രം തിരുത്തിയിട്ട് വേറൊരു റെക്കോർഡ് തുക ഈ പാട്രിയറ്റ് സിനിമ നേടിയെടുക്കും. അതിനുള്ള കഴിവ് പാട്രിയറ്റ് സിനിമക്ക് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ലാലേട്ടനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല, മലയാളികൾ അതാണ്ട് ആഘോഷിക്കും. ഫാൻസുകാരെ കാര്യം പറയേണ്ട ആവശ്യമില്ല, നമുക്കവിടെ ലാലേട്ടനായാലും ഫാൻസുകാരെ ആഘോഷിക്കും. പിന്നെ മലയാളികൾ സിനിമാ പ്രേമികൾ ഇത് ആഘോഷിച്ച് എന്ത് ചെയ്യുക, അർമാദിപ്പിക്കുന്ന ലെവലില് തകർക്കും, ചവറാക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.